കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ചിലപ്പോൾ തല്ലാനായിരിക്കും, കുട്ടികളുടെ മുമ്പിൽ അടിക്കേണ്ട, അന്ന് ചൂരലുണ്ടല്ലോ, ഇപ്പം അധികം ചൂരലില്ല, അപ്പോൾ അടിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ റെഡിയായി. നമ്മളെല്ലാത്തിനും മനസ്സൊരുക്കി വെക്കണമല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ അടി മേടിക്കാൻ തയ്യാറായിട്ട്. അപ്പോൾ ഈ അധ്യാപകൻ എന്നെ ചേർത്ത് പിടിച്ചു. നീ വായിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാറുണ്ട്, അധികമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു താക്കോലെടുത്ത് തൊട്ടപ്പുറത്ത് ക്ലാസ് റൂമിൻ്റെ ഈ ടീച്ചേഴ്സ് റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ ലൈബ്രറി മാറാലയൊക്കെ പിടിച്ച് കിടക്കണത് അദ്ദേഹം താക്കോലിട്ട് തുറന്ന് എന്നോട് പുസ്തകങ്ങളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞ് എത്ര പുസ്തകം വേണമെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീ ഇവിടെ എഴുതി വയ്ക്കുക പോലും വേണ്ട, കൊണ്ടുപോയി വായിക്കണം, വായിച്ചിട്ടുള്ള വിവരങ്ങൾ എനിക്ക് കുറിപ്പായി എനിക്ക് എഴുതി തരണം എന്നോട്. ഞാൻ കരഞ്ഞുപോയി ശരിക്കും. കാരണം അടി മേടിച്ച് ചെല്ലുന്ന ഒരാളോട് എന്നിട്ട് പറഞ്ഞു ഞാൻ ക്ലാസ്സിലിരുന്ന് അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്, അതിനാണ് ഞാൻ തിരുത്തിയത്, പക്ഷേ വായിക്കണം. എനിക്ക് ഒരു പക്ഷേ എൻ്റെ വായനയിൽ ഇപ്പോൾ ശ്രീ പനച്ചിപ്പുറം വായനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അധ്യാപകന്റെ മുഖമാണ്. എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്നെ പ്രസംഗ മത്സരങ്ങളിൽ, ഉപന്യാസ മത്സരങ്ങളിലൊക്കെ അന്ന് കൊണ്ടുവന്ന് വലിയ പാടാണ്. ഞങ്ങൾ കടത്തൊക്കെ കിടന്ന് ബോട്ടൊക്കെ കിടന്ന് വേണം പോവാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അതൊക്കെ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി എന്നെ കൊണ്ടുപോയി മത്സരിപ്പിക്കും, ജില്ലാ യുവജനോത്സവത്തിൽ കൊണ്ടുപോകും, സംസ്ഥാന യുവജനോത്സവത്തിൽ കൊണ്ടുപോകും. എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.